ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ലിറ്റററി കോർണർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ദ എർത്ത് ഇസ് എ ലിവിങ് തിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോമിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് ലൂസ്ലി ക്ലിഫ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ പോയറ്റാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഈ പോമിലൂടെ ഏർത്തിനെ കുറിച്ചിട്ടും ഏർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിവിങ് തിങ് ആണ് എന്ന് പറയുന്ന ഏർത്ത് എന്നുള്ള തീമിൽ അല്ലെങ്കിൽ നേച്ചർ എന്നുള്ള തീമിലാണ് ഈ പോമിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബിഫോർ ഗോയിങ് ടു ദ പോം നമുക്ക് പോയറ്റിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. ലൂസ്ലി ക്ലിഫ്റ്റൺ ഒരു അമേരിക്കൻ പോയറ്റാണ്, റൈറ്റർ ആൻഡ് എഡ്യൂക്കേറ്റർ. She was born on June 27, 1936 in USA. യുഎസ്എയിൽ ജൂൺ 27 ആണ് അദ്ദേഹം ജനിക്കുന്നത്. ലൂസ്ലി ക്ലിഫ്റ്റൺ റോട്ട് പോംസ് അബൌട്ട് ഫാമിലി, മദർഹുഡ്, റേസ്, വിമൻഹുഡ്, ഐഡൻറ്റിറ്റി ആൻഡ് എവറി ഡേ ലൈഫ്. അദ്ദേഹത്തിൻ്റെ പോമിൽ ഡിസ്കസ് ചെയ്യുന്ന ലൂസ്ലി ക്ലിഫ്റ്റൻ്റെ പോമിൽ ഡിസ്കസ് ചെയ്യുന്ന തീമുകളാണ് ഇവിടെ പറയുന്നത്. ഫാമിലിനെ കുറിച്ചിട്ടും മദർഹുഡ്, റേസ്, വിമൻഹുഡ്, ഐഡൻറ്റിറ്റി ആൻഡ് എവറി ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാമാണ് ഈ പോമിലൂടെ അല്ലെങ്കിൽ ക്ലിഫ്റ്റൻ്റെ പോമിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹെർ ലാംഗ്വേജ് വാസ് സിമ്പിൾ, ഡയറക്റ്റ് ആൻഡ് പവർഫുൾ. അദ്ദേഹത്തിൻ്റെ പോം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഓഡിയൻസിന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ റീഡേഴ്സിന് മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടും ഡയറക്റ്റായിട്ടും പവർഫുള്ളായിട്ടുമാണ് പോമൊക്കെ എഴുതിയിട്ടുള്ളത്. ഹെർ ഐഡിയാസ് വർ ഡീപ്പ്. ഇവൻ ദോ പോം വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ള പോമാണെങ്കിലും ഐഡിയാസ് എല്ലാം വളരെ ആഴത്തിലേറിയിട്ടുള്ള ഐഡിയാസാണ് അതിലെല്ലാം പോർട്രേ ചെയ്യുന്നത്. ഷീ പബ്ലിഷ്ഡ് മെനി പോയട്രി വർക്ക്സ്. ഒരുപാട് പോയട്രി വർക്ക്സ് അല്ലെങ്കിൽ പോയട്രി ബുക്സൊക്കെ എഴുതിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഗുഡ് ടൈംസ്, ബ്ലെസ്സിങ് ദ ബോർഡ്, നെക്സ്റ്റ്. ഷീ ഓൾസോ റോട്ട് ചിൽഡ്രൻസ് ബുക്സ്. കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് ബുക്സും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോം ഒന്ന് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദ എർത്ത് ഈസ് എ ലിവിങ് തിങ്. എർത്ത് ഈസ് എ ലിവിങ് തിങ്. ആ ഒരു ലൈനിൽ തന്നെ നമുക്ക് മനസ്സിലാവും എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് അലൈവ്, നോട്ട് ലൈഫ്ലെസ് ആയിട്ടുള്ളതല്ല. എർത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് തിങ് ആണ്, ജീവനുള്ള ഒരു വസ്തുവാണ് എർത്ത് എന്ന് പറയുന്നത്. ഇസ് എ ബ്ലാക്ക് ഷാംപ്ലിംഗ് ബിയർ. ബ്ലാക്ക് ഷാംപ്ലിംഗ് ബിയർ ഇൻ ദ സെൻസ്, ഷാംപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് സ്ലോലി അല്ലെങ്കിൽ ഓക്വേർഡ്ലി എന്നാണ് ഷാംപ്ലിംഗ് എന്ന് പറഞ്ഞാൽ. സോ ബിയർ നടക്കുന്നത് ഭയങ്കര സ്ലോ ആയിട്ട് അങ്ങനെ നടക്കുമല്ലോ ബിയറിൻ്റെ. അപ്പോൾ അതുപോലെ നമ്മുടെ എർത്തിനെ ഒരു ഷാംപ്ലിംഗ് ബിയറുമായിട്ട് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു ബിയറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എർത്ത് ഈസ് കമ്പയർ ടു എ സ്ട്രോങ് സ്ലോ മൂവിങ് ബ്ലാക്ക് ബിയർ. ദിസ് ഷോസ് എ പവർ ആൻഡ് ലൈഫ്. എർത്തിനെ ഒരു ബ്ലാക്ക് ബിയറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഈ ബ്ലാക്ക് ബിയർ വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, ബട്ട് അതെന്താണ് വളരെ പവർഫുള്ളാണ്. സോ അതുപോലെ എർത്ത് മൂവ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ് എർത്ത് മൂവ് ചെയ്യുന്നത്, പക്ഷേ എന്താണ്, സ്ലോ ആണെങ്കിലും ഇറ്റ് ഈസ് വെരി പവർഫുൾ. ruffling its wild back and tossing. Ruffling its wild back and tossing. The earth moves forcefully like a bear shaking its body. എർത്ത് വളരെ ഫോഴ്സ്ഫുള്ളി ആണ്, നിർബന്ധിതമായിട്ട് ഫോഴ്സ്ഫുള്ളി ആണ് ഇത് മൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ബിയർ അതിൻ്റെ ബോഡി ഷേക്ക് ചെയ്യുന്നത് പോലെ അത്രയും ഫോഴ്സ്ഫുള്ളി ആ ബിയർ അതിൻ്റെ ബോഡി അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ബോഡി ഷേക്ക് ചെയ്യുന്നത് കുറച്ച് ഫോഴ്സ്ഫുള്ളി ആണ് ആ ബിയർ അതിൻ്റെ ബോഡി ഷേക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ എർത്ത് മൂവ് ചെയ്യുന്നതും എങ്ങനെയാണ്, ഫോഴ്സ്ഫുള്ളി ആണ് എർത്ത് മൂവ് ചെയ്യുന്നത്. Mountains into the sea. Natural forces like earthquakes and erosion can move mountains. Mountains into the sea എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എർത്തിൽ ഒരുപാട് നാച്ചുറൽ ഫോഴ്സസ് ഉണ്ട്. നാച്ചുറൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എർത്ത് ക്വേക്ക് ആണെങ്കിലും സോയിൽ ഇറോഷൻസ് ഒക്കെ ഉണ്ടല്ലോ. സോ ദാറ്റ് ക്യാൻ മൂവ് മൗണ്ടൻസ്. സോ എർത്തിലെ നാച്ചുറൽ ഫോഴ്സസ് ആയിട്ടുള്ള ഈ എർത്ത് ക്വേക്കും സോയിൽ ഇറോഷനൊക്കെ എന്ത് ചെയ്യും, മൗണ്ടൻസിനെ വരെ മൂവ് ചെയ്യിക്കുന്നുണ്ട്. മൗണ്ടൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുള്ളാണ്, അത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എർത്തിൻ്റെ പവർഫുൾ സോഴ്സസ് ആയിട്ടുള്ള നാച്ചുറൽ ഫോഴ്സസ് ആയിട്ടുള്ള ഈ എർത്ത് ക്വേക്കും ഇറോഷനും സോയിൽ ഇറോഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആ മൗണ്ടൻസിനെ വരെ മൂവ് ചെയ്യാൻ പറ്റും എന്ന് പറയണത്. സോ എർത്ത് ചില്ലറക്കാരനല്ല, എർത്ത് ഭയങ്കര പവർഫുള്ളാണ്. എർത്തിൻ്റെ നാച്ചുറൽ ഫോഴ്സസ് ആയിട്ടുള്ള ഈ എർത്ത് ക്വേക്കിനും ഇറോഷനും ഒക്കെ എന്തിനു മൂവ് ചെയ്യിക്കാനുള്ള പവർ ഉണ്ട്, ഈ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മൗണ്ടൻസിനെ മൂവ് ചെയ്യിക്കാനുള്ള പവർ ഉണ്ട്. സോ എർത്ത് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. Is a black hawk circling
Earth is compared to a hawk flying in circles, watching everything. ഏർത്തിനെ അപ്പോൾ ആദ്യത്തെ സ്റ്റാൻഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏർത്തിനെ ഒരു ഷാംബ്ലിങ് ബിയർ ആയിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ഹോക്ക് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ബ്ലാക്ക് ഹോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉയരത്തിൽ പറക്കുന്ന ഒരു ബേർഡാണ്. സോ എർത്ത് ഇസ് കമ്പയർഡ് ടു എ ഹോക്ക് ഫ്ലൈയിങ് ഇൻ സർക്കിൾസ്, വാച്ചിങ് എവറിത്തിങ്. സോ ആകാശത്ത് ഹോക്ക് ഇങ്ങനെ സർക്കിളായിട്ട് വട്ടമിട്ട് പറക്കും, എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് എർത്ത് എന്ന് പറയുന്നത്. എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇറ്റ് ഈസ് വാച്ചിങ് എവറിത്തിങ്. The burying ground circling the bones, the earth that covers the dead, it is a place of burial and memory. ഈ മരിച്ചു വീഴുന്ന ആൾക്കാർ അല്ലെങ്കിൽ മരണപ്പെടുന്നവരൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ തന്നെയാണ് മറവെടുക്കുന്നത് അല്ലെങ്കിൽ ബറി ചെയ്യുന്നത്. സോ എർത്ത് ദാറ്റ് കവേഴ്സ് ദ ഡെഡ്, മരണപ്പെട്ടവരെ എല്ലാവരെയും ഡെഡായിട്ടുള്ളവരൊക്കെ കവർ ചെയ്യുന്നതും ഈ ഭൂമിയിലാണ്, മണ്ണിലാണ്. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് ബറിയൽ ആൻഡ് മെമ്മറി. ബറി ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു പ്ലേസ് അല്ല, ഒരുപാട് മെമ്മറീസും ആ എർത്തിനുണ്ട് അല്ലെങ്കിൽ ആ ഭൂമിക്കുണ്ട് എന്നാണ് പറയുന്നത്. പിക്ഡ്, ക്ലീൻ ആൻഡ് ഡിസ്കാർഡഡ്. ലൈഫ് എൻഡ്സ് ബട്ട് ദ എർത്ത് റിമൈൻസ് ആൻഡ് അബ്സോർബ് എവറിത്തിങ്. പിക്ഡ്, ക്ലീൻ ആൻഡ് ഡിസ്കാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈഫ് എൻഡ് ചെയ്യാണ്, ബട്ട് ദ എർത്ത് റിമൈൻസ് ആൻഡ് അബ്സോർബ് എവറിത്തിങ്. സോ ഒരാൾ മരണപ്പെട്ട ആളുടെ ലൈഫ് അവിടെ അവസാനിക്കുന്നതും ഭൂമിയിലാണ്, പക്ഷേ ലൈഫ് അവിടെ അവസാനിച്ചു കഴിഞ്ഞാലും ദ എർത്ത് ദാറ്റ് റിമൈൻസ് ആൻഡ് അബ്സോർബ് എവറിത്തിങ്. അവിടെ ആ ലൈഫ് മാത്രമാണ് അവസാനിക്കുന്നുള്ളൂ, എർത്ത് അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇസ് എ ഫിഷ് ബ്ലാക്ക് ബ്ലൈൻഡ് ഇൻ എ ബെല്ലി ഓഫ് വാട്ടർ. ലൈഫ് എക്സിസ്റ്റ് ഡീപ്പ് ഇൻസൈഡ് വാട്ടർ, അൺസീൻ ബട്ട് അലൈവ്. ഇവിടെ ഇപ്പം നമ്മൾ ഫസ്റ്റ് കമ്പയർ ചെയ്തത് ബിയറുമായിട്ടാണ്, സെക്കൻഡ് ഹോക്കായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, തേർഡായിട്ട് ഒരു ബെല്ലി ഫിഷിനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇസ് എ ഫിഷ് ബ്ലാക്ക് ബ്ലൈൻഡ് ഇൻ ദ ബെല്ലി ഓഫ് വാട്ടർ. വെള്ളത്തിൽ കിടക്കുന്ന ഒരു ഫിഷുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ലൈഫ് എക്സിസ്റ്റ് ഡീപ്പ് ഇൻസൈഡ് വാട്ടർ, അൺസീൻ ബട്ട് അലൈവ്. ഈ വെള്ളത്തിൽ കിടക്കുന്ന മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ നിലനിർത്തുന്നത് ആ വെള്ളമാണ്. അതിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെന്തില്ല, ജീവനില്ല, ലൈഫ്ലെസ് ആണ്. സോ ലൈഫ് എക്സിസ്റ്റ് ഡീപ്പ് ഇൻസൈഡ് വാട്ടർ, അൺസീൻ ബട്ട് അലൈവ്. അതുപോലെ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം ആ വ്യക്തി ഉള്ളിടത്തോളം അതിന് ലൈഫ് ഉണ്ട്, പക്ഷേ ആളുടെ ലൈഫ് ബറി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതെന്ത് ചെയ്യണം, ലൈഫ് അവിടെ എൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. Is a diamond blind in the black belly of coal? Precious things are hidden inside darkness. Beauty comes from pressure. സോ എപ്പോഴും നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള തിങ്സൊക്കെ എന്താണ്, ഡാർക്ക്നെസ്സിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടാവും. The diamond blind in the black belly of coal. The precious things are hidden inside darkness. Beauty comes from pressure. സോ നമ്മുടെ ഈ ഭൂമിയിലുള്ള പ്രഷ്യസ് ആയിട്ടുള്ള ട്രഷറുകളാണെങ്കിലും പ്രഷ്യസ് ആയിട്ടുള്ള എല്ലാ തിങ്സും, അമൂല്യമായിട്ടുള്ള എല്ലാ നിധികളും ഒക്കെ ഇങ്ങനെയാണ് ഒളിച്ചിരിക്കുകയാണ്. അതതിൻ്റെ ഭംഗി എപ്പോഴും ഇവിടെ ഡാർക്ക്നെസ്സിലാണ് നമുക്കതിൻ്റെ ആ ഭംഗി കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇരുട്ടിൽ നമ്മൾ ചന്ദ്രൻ്റെ ഭംഗി ആസ്വദിക്കുമല്ലോ, അല്ലെങ്കിൽ സ്റ്റാർസിൻ്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ എല്ലാതും എന്താണ്, ഒളിഞ്ഞിരിക്കുകയാണ്, ഹിഡൻ ആയിട്ടിരിക്കുകയാണ്. ആ ഹിഡൻ ആയിട്ടുള്ളതിൻ്റെ ഭംഗി ഓരോ ഇരുട്ടിലും എന്തുണ്ട്, അതിൽ ഭംഗിയുണ്ട് എന്നാണ് പറയുന്നത്. വെളിച്ചത്തിൽ മാത്രമല്ല നമുക്ക് ഭംഗി ആസ്വദിക്കാൻ പറ്റുക, ഇരുട്ടിലും നമുക്ക് ഭംഗി ആസ്വദിക്കാൻ പറ്റും. സോ ബ്യൂട്ടി ദാറ്റ് കംസ് ഫ്രം പ്രഷർ is a black and living thing. The poet repeats that the earth is alive and strong. സോ ഇവിടെ പോയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ളതാണ്, അലൈവാണ്, അത് സ്ട്രോങ് ആണ്. എർത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വെറും ലൈറ്റിൽ മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ എർത്തിൻ്റെ ഓരോ ഫീച്ചേഴ്സും, ഇപ്പോൾ അത് മോർണിംഗ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഈ ആഫ്റ്റർനൂൺ ആണെങ്കിലും ഏതൊരു കൈൻഡ് ഓഫ് തിങ്, എർത്തിലുള്ള ഏതൊരു കാര്യങ്ങളും ഫീച്ചേഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാത്തിലും അതിൻ്റെ ബ്യൂട്ടി ഉണ്ട് എന്നാണ് പറയുന്നത്. സോ എർത്തിൻ്റെ ഓരോ ഫീച്ചേഴ്സിലും അലൈവാണ്, അതിലെല്ലാം ബ്യൂട്ടി ഉണ്ട്, അതെല്ലാം സ്ട്രോങ്ങുമാണ്. ഇസ് എ ഫേവറേറ്റ് ചൈൽഡ്. ദ എർത്ത് ഇസ് ലവ്ഡ് ആൻഡ് വാല്യൂഡ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു കുഞ്ഞിനെ പോലെ എർത്ത് എന്താണ്, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടാനുള്ളതാണ് അല്ലെങ്കിൽ വാല്യൂ ചെയ്യാനുള്ളതാണ്. ഓഫ് ദ യൂണിവേഴ്സ്. ദ എർത്ത് ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ദ യൂണിവേഴ്സ്. എർത്തിന്
ഈ യൂണിവേഴ്സിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് തന്നെയുണ്ട്. അത്രയും വാല്യൂ ചെയ്യേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും പ്രഷ്യസുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എർത്ത് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ എർത്തിനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും എർത്ത് നമ്മളെ ട്രീറ്റ് ചെയ്യുക. Feel her rolling her hand. The earth is shown as gentle and caring like a mother. എർത്ത് എന്ന് പറയുന്നത് ഒരു അമ്മയെ പോലെ അത്രയും ജെൻറ്റിൽ ആൻഡ് കെയറും ആണെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, തണൽ തരുന്നുണ്ട്. നമ്മളെങ്ങനെ എർത്തിനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും നമ്മളെ എർത്ത് ട്രീറ്റ് ചെയ്യുക. നമ്മൾ എർത്തിനെ വളരെ മോശമായിട്ട് പൊല്യൂഷനും ഡീഫോറസ്റ്റേഷനും അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എർത്ത് എന്ത് ചെയ്യും, തിരിച്ചും നമുക്ക് അതുപോലുള്ള ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റിക് ചേഞ്ചസ് ആണെങ്കിലും എർത്ത് ക്വീക്ക് ആണെങ്കിലും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മൾ തിരിച്ചും ട്രീറ്റ് ചെയ്യും. സോ നമ്മൾ എങ്ങനെ എർത്തിനെ ട്രീറ്റ് ചെയ്യുന്നോ അതുപോലെ ആയിരിക്കും എർത്ത് നമ്മളെ ട്രീറ്റ് ചെയ്യുക. ഇവിടെ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് എ മദർ, ഒരു അമ്മയെ പോലെയാണ്. അമ്മയെ പോലെയുള്ള അത്രയും ജെൻറ്റൽ ആൻഡ് കെയറിങ് ആയിട്ടുള്ളൊരു ആളാണ് എർത്ത്. ആ ഒരു കെയറിങ് ഒക്കെ നമുക്ക് തരുന്നുണ്ട് എന്ന് പറയുന്നത്. ഇൻ ഇറ്റ്സ് കിങ്കി ഹെയർ, the land is compared to natural curly hair, also a symbol of black identity. എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിങ്കി ഹെയറിനെ പോലെയാണ്. കിങ്കി ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ കേളി ഹെയർ പോലെയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ ബ്ലാക്ക് ഐഡൻറ്റിറ്റി. എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ വൈറ്റിന് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ മെന്നിന് മാത്രം വേണ്ടിയിട്ടുള്ളതല്ല. എർത്ത് എന്ന് പറഞ്ഞാൽ എർത്ത് ഈസ് ഫോർ എവ്രി വൺ, എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. നമ്മൾ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല, അവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. നമ്മൾ ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവലുണ്ട്, അതിൽ പറയുന്നുണ്ട് ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും, ആ ഭൂമിയുടെ അവകാശികളാണ് എല്ലാ ജീവജാലങ്ങളെന്ന് പറയുന്നത്. അതുപോലെ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട്, ബ്ലാക്ക് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ മാറ്റി നിർത്തപ്പെടേണ്ടതല്ല. ദിസ് എർത്ത് ഇസ് ഓൾസോ ബിലോങ്സ് ടു ദെം. Feel her brushing it clean. The earth cleans and renews itself again and again. ഓരോ പ്രാവശ്യം എന്ത് ചെയ്യാണ്, ദാറ്റ് ക്ലീൻസ് ഇറ്റ് സെൽഫ്. എർത്ത് സ്വയം ക്ലീൻ ചെയ്യുന്നുണ്ട്, അതുപോലെ റിന്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഓവറോൾ ഈ ഒരു പോമിൽ പറയുന്നത് എർത്ത് ഇസ് അലൈവ്, പവർഫുൾ, കെയറിങ് ആൻഡ് ബ്യൂട്ടിഫുൾ. എർത്ത് എന്ന് പറഞ്ഞാൽ പവർഫുൾ ആണ്, കെയറിങ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് സജസ്റ്റ് ദ ബ്ലാക്ക് സ്ട്രെങ്ത്, ദ ബ്ലാക്ക് പീപ്പിളിൻ്റെ അല്ലെങ്കിൽ ബ്ലാക്ക് ഐഡൻറ്റിറ്റിയുടെ സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടും ദയർ റിസൈലൻസ് ആൻഡ് പ്രൈഡ്, യൂസിങ് നേച്ചർ ആസ് എ മെറ്റഫർ. എർത്തിനെ ഒരു മെറ്റഫറായിട്ട് ബ്ലാക്ക് ഐഡൻറ്റിറ്റിയുടെ സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടും പ്രൈഡിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പോമിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ക്ലിഫ്റ്റൺ ഈ ഒരു പോമിൽ ബ്ലാക്ക് ഐഡൻറ്റിറ്റിനെ കുറിച്ചിട്ടും സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടും എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓരോ സ്റ്റാൻസിലും എർത്തിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു ഷാംപ്ലിങ് ബിയറുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, ദെൻ ഒരു ബ്ലാക്ക് ഹോക്കുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, ഒരു ഫിഷായിട്ടും, ദെൻ ഒരു ചൈൽഡായിട്ടും മദറായിട്ടും, ഒരു കിങ്കി ഹെയർ വിച്ച് മീൻസ് എ ബ്ലാക്ക് ഐഡൻറ്റിറ്റി ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് എനിക്ക് ഈ ഒരു പോം മനസ്സിലായിന്ന്. സോ താങ്ക് യു സോ മച്ച്.